അർജുൻ തമിഴ്നാട്ടിലെ ആക്ഷൻ കിങ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ അർജുൻ്റെ സിനിമകൾ കാണുമ്പോണ്ടല്ലോ, പ്രത്യേകിച്ച് ശങ്കർ സിനിമകളിലൊക്കെ ജെന്റിൽമാൻ, മുതൽവൻ, 80s 90s കിഡ്സിനൊക്കെ അറിയാം, എന്തോ ഗംഭീര സിനിമകളാണ്. ഡയറക്ടർ ബ്രില്യൻസ് ഉണ്ടെങ്കിൽ പോലും അർജുനെ കാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രസമാണ്. പിന്നെ എനിക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടിയെന്ന് എനിക്ക് തോന്നിയത് അർജുന് മങ്കാത്തയാണ്. അജിത്തിനോടൊപ്പം നല്ല സൂപ്പർ ക്യാരക്ടറാണ്. അത് കഴിഞ്ഞിട്ട് അർജുൻ്റെ ഗംഭീര ഒരു തിരിച്ചുവരവാണ്. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം ഈ സിനിമ, അതായത് ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമ ഒരു കരാട്ടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഒരുപാട് സിനിമകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത, ഇതൊരു റിയലിസ്റ്റിക് ആണെങ്കിലും സിനിമാറ്റിക് മൂഡിലും എടുത്തിട്ടുണ്ട്. ചില പടങ്ങളുണ്ടല്ലോ അങ്ങ് റിയലിസ്റ്റിക് ആയിട്ട് എടുക്കും തമിഴ്നാട്ടിൽ പല സിനിമകൾ, പക്ഷേ ഇത് റിയലിസ്റ്റിക് ആണ് എന്നാൽ സിനിമാറ്റിക്, രണ്ടുകൂടെ മിക്സ് ചെയ്ത് എടുത്തേക്കുന്നത്. നമ്മുടെ മലയാളത്തിലെ അഭിരാമിയൊക്കെ നല്ല പോലെ ആ റോളൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. രവി ബസൂർ KGF അങ്ങ് തകർപ്പ മ്യൂസിക്കല്ലേ, സലാറിലും ഒക്കെ. ഇപ്പോൾ ഈ കാട്ടലിനകത്താണെങ്കിലും ബഹളം വെച്ചുള്ള മ്യൂസിക്കാണ്. ഇത് ആ സിനിമയ്ക്ക് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിൽ കൂടുതൽ സൂപ്പറായിട്ട് കൊടുക്കാനില്ല. അതുപോലെ രവി ബസൂർ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അർജുൻ ഗംഭീര തിരിച്ചു പറഞ്ഞാൽ ഗംഭീര തിരിച്ചു പറയും. ഇതിനകത്ത് ഏക പ്രശ്നം കേരളത്തിലെ തിയേറ്റർ, ഞാനൊക്കെ ഒരു 19 കിലോമീറ്റർ താണ്ടിയാണ് ഈ സിനിമ കാണാൻ പോയത്. കാരണം കേരളത്തിലെ തിയേറ്റർ മൾട്ടിപ്ലക്സുകളൊക്കെ ഇത്രയും വന്നിട്ടുണ്ടെങ്കിൽ പോലും പലയിടത്തും ഒരു ഷോ പോലും ഈ പടം കാണിക്കുന്നില്ല. ഇത് നിങ്ങൾ അടുത്ത് എവിടെങ്കിലും തിയേറ്ററിൽ ഒരു 30 കിലോമീറ്റർ താണ്ടിയായാലും പോയി കണ്ടാലും ഈ പടം വർത്താണ്. കാരണം ഇതിനകത്ത് താരങ്ങളുടെ ബാഹുല്യമൊന്നും ഇല്ല. ഈ പറഞ്ഞ പോലെ വിജയോ സൂര്യൊന്നും ഇല്ല. ഇപ്പോൾ സൂര്യയുടെ 300 കൂടി അടുക്കുന്നു കറുപ്പ്. പക്ഷേ ഈ പടം ഒരു തിയേറ്ററിൽ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കൈയടിച്ച് രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാകുന്ന കുറേ മുഹൂർത്തങ്ങൾ നിറഞ്ഞ സിനിമയാണ്. എന്തായാലും തിയേറ്ററിലായാലും, ഇനി തിയേറ്ററിൽ കണ്ടില്ല നിങ്ങൾക്ക് അടുത്തങ്ങ് തിയേറ്ററിലെങ്കിൽ OTTയിലായാലും മസ്റ്റ് വാച്ചാണ്. കാരണം അതുപോലെ രസമായിട്ട് എടുത്തിട്ടുള്ള സിനിമയാണ്. താരബാഹുല്യമില്ല, പക്ഷേ സ്ക്രിപ്റ്റും ഡയറക്ഷനും സുഭാഷ് കെ രാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ തകർത്തിട്ടുണ്ട്. എന്തായാലും സ്ക്രീൻ പ്ലേ എല്ലാം അടിപൊളിയാണ്. എന്തായാലും എനിക്ക് വളരെ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ്സ് രേഖപ്പെടുത്തുക.